ഇന്നുണ്ടല്ലോ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിക്ക് നല്ലൊരു ഹാൻഡ് ബാഗാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കോട്ടൻ്റെ തുണി 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ പേപ്പർ ക്യാൻവാസും 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തേന്ന് ഒരു പേപ്പർ ക്യാൻവാസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഷൈനിങ് ആയിട്ടുള്ള ഭാഗം മുകളിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് കട്ട് ചെയ്ത് എടുത്തേന്ന് ഒരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം തുണിയുടെ മോൾ ഭാഗത്തു നിന്നായിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഇപ്പം ദാ തുണിയിൽ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് 2 പീസിലും ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്തെടുത്ത ഈ ഒരു തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 13.5 ഇഞ്ചിലുമാണ്. ഇനി ഈ 2 പീസ് തുണിയും നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ബാഗിന് വേണ്ട ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള 2 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ ബാക്ക് സൈഡിലും പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കാം. ഇവിടെ നമ്മൾ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. വീണ്ടും നിവർത്തി വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നായിട്ട് 1 ഇഞ്ചോളം ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഒരു സൈഡിൽ നിന്നായിട്ട് ഈ ഒരു രീതിക്കൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം രീതിയിൽ തന്നെ അടുത്ത സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് 1 ഇഞ്ചോളം ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ. അതിനുശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടെ മടക്കി കൊടുക്കണം. ഈ ഒരു രീതിക്ക്. ഇങ്ങനെയാണ് നമ്മൾ ബാഗിൻ്റെ ഹാൻഡിൽ റെഡിയാക്കി എടുക്കുന്നത്. അരികു ഭാഗത്തൂടെ ആയിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരികു ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ 2 ഹാൻഡിലും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഹാൻഡിലിൻ്റെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേറെ 2 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചിലുമാണ്. ഈ ഒരു തുണിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 പീസ് തുണിയും ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്തേന്ന് ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കാം. മടക്കിയതിന് ശേഷം സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 2 സൈഡിലേക്കും 3 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത് വെച്ചിന്ന് ഒരു ഹാൻഡിൽ എടുക്കുക. ഹാൻഡിലിൻ്റെ ഒരറ്റം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുക. അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തൊരറ്റം അടുത്ത സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കും വെച്ച് കൊടുക്കുക. ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് തുണി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഹാൻഡിൽ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഒരു തുണിയും കൂടെ ചേർത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു അരികു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ ഒരു തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഹാൻഡിലിലെ ഭാഗവും ഫ്രണ്ടിലേക്ക് വെക്കുക. ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, മാർക്ക് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഹാൻഡിലൊക്കെ വെച്ചിട്ട് ഇനി ഇത് ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. 2ൻ്റെയും നല്ല ഭാഗം ഉള്ളിലേക്ക് ചേർന്ന് വരുന്ന രീതിക്ക്. അതിനുശേഷം കോർണർ ഭാഗത്തു നിന്നായിട്ട് താഴേന്ന് ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെയിം രീതിയിൽ തന്നെ അടുത്ത കോർണർ ഭാഗത്തും 2x2 മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ജോയിൻ്റ് ആക്കിയിട്ട് ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത കോർണർ ഭാഗത്തും ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 കോർണർ ഭാഗത്തും സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ 2 സൈഡിൽ നിന്നുമായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ 3 അരികു ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം.
അങ്ങനെ ദാ മാർക്ക് ചെയ്തിട്ടുള്ള 3 അരിക് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഇനി നമുക്ക് കോർണർ ഭാഗത്തു നിന്നായിട്ട് തുണി ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക. അരിക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സെയിം രീതിയിൽ തന്നെ അടുത്തൊരു കോർണർ ഭാഗം ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക. ആ ഒരു ഭാഗത്ത് നമ്മളിതാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരിക് ഭാഗത്ത്. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇവിടെ അടുത്തതായിട്ട് വേറൊരു പീസ് തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലും നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 16 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിലുമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് സിബാണ് എടുത്തിട്ടുള്ളത്. തുണിയുടെ വീതി എത്രയാണോ ആ ഒരു നീളത്തിലാണ് സിബ് എടുത്തിട്ടുള്ളത്. അതിൽ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുണിയുടെ ഒരറ്റത്തായിട്ട് സിബ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നല്ല ഭാഗം തുണിയോട് ചേർന്ന് തന്നെ രീതിക്ക് അരികിലൂടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അരികു ഭാഗം ബാക്കിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തുണി ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് സിബിൻ്റെ അടുത്തൊരു അരികു ഭാഗത്തേക്കായിട്ട് ഈ ഒരു തുണിയുടെ അടുത്തൊരറ്റം ഇതുപോലെ മടക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇനി അരികിലൂടെ ആയിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു തുണി 1/2 ഇഞ്ചോളം ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക സിബിൻ്റെ മോൾ ഭാഗത്തേക്ക്. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സിബ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇത് നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ പോക്കറ്റാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ലൈനിങ്ങിനായിട്ടുള്ള 2 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിനായിട്ട് കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ലൈനിങ്ങിൻ്റെ തുണിയുടെ നീളവും വീതിയും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇനിയുള്ള ഈ ഒരു ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം തുണി നിവർത്തി വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്കായിട്ട് ഒരു 3 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പോക്കറ്റ് എടുക്കുക. അതിതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് സെൻറ്റർ പോയിൻ്റ് ഒന്ന് നോക്കുക. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ 4 അരികു ഭാഗങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ലൈനിങ് തുണിയിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കാണുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ലൈനിങ് തുണി എടുത്തിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. അതിനുശേഷം കോർണർ ഭാഗത്തു നിന്നായിട്ട് മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ 2x2 മാർക്ക് ചെയ്ത രീതിക്ക് തന്നെ ഇതിലും 2 കോർണർ ഭാഗത്തും 2x2 മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് ജോയിൻ്റ് ആക്കിയിട്ട് ഒരു ബോക്സ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം 2 കോർണർ ഭാഗത്തും. അതിനുശേഷം നമുക്ക് 2 കോർണർ ഭാഗത്തുനിന്നും ആയിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ 3 അരികു ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി നമുക്ക് കോർണർ ഭാഗത്തുനിന്ന് സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക. അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം രീതിയിൽ തന്നെ അടുത്ത കോർണർ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി അടുത്തതായിട്ട് സിബ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള 2 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലും ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം അളവിൽ തന്നെ 2 പീസ് ലൈനിങ് തുണിയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 3 ഇഞ്ചിലുമാണ് കേട്ടോ.
ഇനി തുണിയുടെ അതേ നീളത്തിൽ തന്നെ സിബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 റണ്ണറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുണിയുടെ നല്ല ഭാഗത്തേക്കായിട്ട് സിബിൻ്റെ നല്ല ഭാഗം അരികിലൂടെ ആയിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക. രണ്ടിൻ്റെയും അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അതിനുശേഷം ലൈനിങ്ങിൻ്റെ തുണി ഒരു പീസ് എടുത്തിട്ട് നമ്മളതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് ക്ലിപ്പ് ചെയ്തതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അരികിലൂടെ. അതിനുശേഷം ലൈനിങ്ങിൻ്റെ തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് സിബിൻ്റെ ഭാഗത ഇതുപോലെ ഒന്ന് വെക്കുക. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മോൾ ഭാഗത്തൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്യുന്ന രീതിക്ക്. അപ്പോൾ ഇവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അരികു ഭാഗത്തേക്കായിട്ട് സിബ് വെച്ച തുണിയുടെ ആ ഒരു സിബിൻ്റെ അരികു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മോൾ ഭാഗത്തേക്കായിട്ട് മെയിൻ ഫാബ്രിക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ലൈനിങ് തുണിയുടെയും സിബിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഇനി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കാണാനായിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം ലൈനിങ്ങിൻ്റെ തുണി സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല ഭാഗം പുറത്തേക്ക് എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഇനി ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക് ബാഗ് സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു രീതിക്കാണ് കേട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗമൊക്കെ ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിക്കാണുള്ളത്. ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ബാഗിൻ്റെ ഉള്ളിലേക്കായിട്ട് മോൾ ഭാഗത്ത്, അതുപോലെ സൈഡിൽ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ 2ൻ്റെയും ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ആ ഒരു രീതിക്ക് തന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി സിബ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഇതുപോലെയാണ് ഇട്ടുള്ളത്. അതിനുശേഷം ലൈനിങ്ങിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഈ ഒരു മെയിൻ ഫാബ്രിക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ലൈനിങ് തുണിയുടെ ഉൾഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം 2ൻ്റെയും അരികു ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുക. മോൾ ഭാഗത്ത് സൈഡ് ഭാഗങ്ങൾ ആദ്യം ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള അരികു ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് മോൾ ഭാഗം ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ബാഗിൻ്റെ നല്ല വശം പുറത്തേക്ക് എന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബാഗിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തുണി ഉള്ളിലേക്കായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരികു ഭാഗത്തൂടെ ആയിട്ട് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു രീതിക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം 2 സൈഡിലും.
അപ്പോൾ ഇവിടെ ഇതാ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് 2 സൈഡും മോൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് ബാഗ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിക്ക് നല്ലൊരു ഹാൻഡ് ബാഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ 1-2 ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്നെ, അതുപോലെ ഈ വീഡിയോനൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. Thanks for watching.